മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ യേശു കർത്താവാണ്. പിതാവിനെ പറ്റി, നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്. ദൈവമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ജനറേഷനോട് ദൈവം സംസാരിക്കുകയാണ്. ഈ ദൈവം സ്വർഗസ്ഥനായ പിതാവാകുന്നു, നമ്മളുടെ പിതാവ്. ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ ഒരച്ഛൻ വേണം, ഒരു പിതാവ് വേണം. എന്നാൽ ഈ ഭൂമിയിൽ വളരെ വ്യത്യസ്തമായി ഒരു റീബർത്ത് നടന്ന ഒരു സ്ഥലമാകുന്നു ക്രൂശ്. ഒരേ സമയം യേശു അമ്മയായി, ഒരേ സമയം യേശു അപ്പനായി, ഒരേ സമയം യേശു നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി, ഒരേ സമയം ബലിമൃഗമായി, ഒരേ സമയം അസേസയിൽ നിന്നുള്ള ബലിയാടുമായി. ഒറ്റ വ്യക്തി നിന്നിട്ടാണ് ഇത്രയും റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒറ്റ വ്യക്തിത്വം. എന്തിനാണെന്നറിയാമോ? പിതാവിൻ്റെ ഹൃദയത്തെ തുറന്നു കാണിക്കാൻ, പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കാൻ, ആ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ പുതിയതായി എന്ന് വെളിപ്പെടുത്താൻ. ആ ക്രൂശിൽ ഞാൻ വിശ്വസിക്കുന്ന ഓരോ സമയവും, ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കുന്ന ഓരോ സമയവും എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തെ കാണാൻ. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന കുറേ വിഷയങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ തന്നെ ലൈഫിനെ നോക്കി നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ നെഗറ്റീവ് വേർഡുകളുണ്ട്. ശരിക്കും നമ്മൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ വേർഡുകളെല്ലാം മാറ്റിക്കളയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഞാൻ പിതാവിൻ്റെത് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് അതേ ഓഫീസിൽ നമുക്ക് വേല ചെയ്യാനായിട്ട് പറ്റും. ഒരാത്മീയ വ്യക്തി എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും പ്രാർത്ഥനയും ബൈബിൾ വായനയും ജോമാലയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചുമായിട്ട് മാത്രം നടക്കുന്നൊരു വ്യക്തിത്വം അല്ല. യഥാർത്ഥത്തിൽ ഒരു ആത്മീയൻ എന്ന് പറയുമ്പോൾ പലതിനെയും കൺട്രോൾ ചെയ്യുന്നൊരു മനുഷ്യനാകുന്നു. യഥാർത്ഥത്തിൽ ഒരു ആത്മീയ വ്യക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വം ദൈവത്തിന് ഈക്വലാകുന്നു ഈ ഭൂമിയിൽ. ദൈവത്തിനോട് സമാനതയുള്ളവനാകുന്നു ഈ ഭൂമിയിൽ. പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് കാര്യം: ഒരാത്മീയ മനുഷ്യനാണോ പ്രാർത്ഥിക്കണം, ഒരാത്മീയ മനുഷ്യനാണോ എല്ലാം ക്ഷമിക്കണം, എല്ലാം സഹിക്കണം. പ്രിയപ്പെട്ടവർ, അതൊക്കെ നല്ലതാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരാത്മീയനാകുക, അല്ലെങ്കിൽ ഒരു ആത്മീയ മനുഷ്യൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്നുള്ളത് ഹൃദയത്തിനോട് ചേർന്നിരിക്കുക. പിതാവിൻ്റെ ഹൃദയത്തെ പറ്റി ജീവിക്കുക, പിതാവിൻ്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുക, പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുക. യേശു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരാത്മീയ മനുഷ്യനായി ജീവിച്ചത്, ഇതുപോലെ പിതാവിൻ്റെ ഹാർട്ടിനെ മനസ്സിലാക്കുക. നമ്മൾക്ക് പല കുറവുകളുണ്ട് എന്നാ നമ്മളുടെ വിചാരം. യെസ്, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നപ്പോൾ നമ്മളുടെ കുറവിനെ നികത്താനാണ് വന്നത്. നമ്മളുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ച് ഞാൻ പാപിയാണെന്ന് പിന്നെയും ഓർമ്മിപ്പിക്കാനല്ല വന്നത്. എൻ്റെ കുറവിനെ മനസ്സിലാക്കി ഞാൻ നിറയ്ക്കാനാണ് വന്നത്. പരിശുദ്ധാത്മാവ് വന്നത് നിറവിൻ്റെ ആത്മാവാകുന്നു പരിശുദ്ധാത്മാവ്. കാരണം ഞാൻ എൻ്റെ വിശുദ്ധി പാലിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. പകരം ഈ ആത്മാവ് മുഖാന്തിരം ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നോ, ഞാൻ എങ്ങനെ ആയിരിക്കുന്നുവോ അതായി തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്ത റൈച്ചസ്നെസ്, അവൻ്റെ റൈച്ചസ്നെസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ്റെ റൈച്ചസ്നെസ്സിലാണ് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അവനാകുന്നു എൻ്റെ നീതീകരണം, അവനാകുന്നു എൻ്റെ സമ്പത്ത്. പാട്ടുകാരൻ പറഞ്ഞതുപോലെ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ ഒറ്റ വ്യക്തിത്വമേ ഉള്ളത് നീയാ, അത് നീ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തു ആകുന്നു നമ്മളുടെ റൈച്ചസ്നെസ്, നമ്മളുടെ നീതീകരണം യേശു ആകുന്നു, നമ്മളുടെ നീതീകരണം കർത്താവാകുന്നു. വാവ്, പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ നീതീകരണം യേശു ആകുന്നു. എന്നെ കേൾക്കുന്നവരെ, നിൻ്റെ നീതീകരണം യേശു ആകുന്നു. ലോകം മുഴുവനും നീ തെറ്റ് ചെയ്തവനാണ്, നീ പാപിയാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഒറ്റ കാര്യം വിശ്വസിക്കുക: നിൻ്റെ റൈച്ചസ്നെസ് യേശു ആകുന്നു. നീ തെറ്റുകാരനായിക്കോ, നീ എന്നാ വിഷയം വേണമെങ്കിലും ചെയ്തോ, പക്ഷേ യാഥാർത്ഥ്യമാണ്, നീ തെറ്റ് ചെയ്തവനായിരിക്കാം, പക്ഷെ നിൻ്റെ റൈച്ചസ്നെസ് യേശു ക്രിസ്തു ആകുന്നു.
നിൻ്റെ നീതീകരണം യേശുവാകുന്നു. ഏറ്റവും വലിയ പാപത്തിൽ കിടക്കുന്നവനാണോ, നിൻ്റെ നീതീകരണം യേശുവാകുന്നു. നിന്നോട് അവൻ ക്ഷമിച്ചതാകുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ആരായണമെന്നാകുന്നു പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞത്. വേറെ ഒന്നിനെ പറ്റിയല്ല, സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും. സ്നേഹത്തിൻ്റെ, കരുണയുടെ അല്ല, ദയയുടെ അല്ല, സമ്പന്നതയുടെ അല്ല, സമ്പത്തിൻ്റെ അല്ല, വിശാലതയുടെ അല്ല, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ. പ്രിയപ്പെട്ടവരെ, ദൈവമെന്ന് പറയുന്നത് ആബാ പിതാവ് നമ്മളുടെ അപ്പനാകും. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഈ ആത്മാമുഖാന്തരമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആബാ പിതാവേ, ആ ദൈവം നമ്മളുടെ പിതാവാകും, നമ്മളുടെ അപ്പനാകും. ഈ അപ്പനെ ഞാൻ അപ്പനായി സ്വീകരിച്ചതിൻ്റെ കാരണം പരിശുദ്ധാത്മാവാകുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാകുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ ഓരോ സമയവും ബൈബിൾ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, ബൈബിൾ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവെ നീ എന്നെ സഹായിക്കണം. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? നീയാണല്ലോ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്, നീയാണല്ലോ പല മനുഷ്യരിലൂടെ ഈ വചനം എഴുതി വച്ചത്. നീ എന്നോട് സംസാരിക്കണം, നീ എന്നോടൊന്ന് ഇടപെടണം. ബൈബിളൊന്ന് വായിച്ചു നോക്കിക്കേ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കാണാം, നമ്മളോട് കർത്താവ് ഇടപെടുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ഹാർട്ടിനെ ഇതുപോലെ വെളിപ്പെടുത്തി തരാൻ മറ്റാർക്കും പറ്റത്തില്ല. ബൈബിൾ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി വായിക്കാം, ഡിബേറ്റിന് വേണ്ടി വായിക്കാം, വെളിപാടിന് വേണ്ടി വായിക്കാം, പല കാര്യത്തിനും വേണ്ടി വായിക്കാം, വാഗ്വാദം നടത്താൻ വായിക്കാം, ഒന്നിനെ തെറ്റാണെന്ന് പറയാനും മുറിക്കാനും വഴക്കിടാനും ഒക്കെ വായിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിനക്ക് ദൈവത്തെ അറിയണം, എൻ്റെ പിതാവിനെ ഒന്ന് അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ നീ ആ വചനമൊന്ന് വായിച്ചു നോക്കിക്കേ. നിൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടും, പിതാവിൻ്റെ ഹാർട്ട് വെളിപ്പെടും. പിതാവിൻ്റെ ഹൃദയം വെളിപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയതുപോലെ സെയിം ആവില്ല. എൻ്റെ പഴയ മനുഷ്യനിൽ എന്തെല്ലാം കുറവുണ്ടോ അതെല്ലാം പിന്നെയും വഹിച്ചുകൊണ്ട് നടക്കുന്നൊരു കാലഘട്ടമല്ല ഇനി വരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മളിനി പോകാൻ പോകുന്നത്. പകരം ക്രിസ്തു നമ്മളിൽ ഓരോ സമയവും രൂപപ്പെടുന്ന, ഞാൻ ശക്തീകരിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോകും. ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവാ എൻ്റെ റൈച്ചസ്നെസ്. നമ്മളുടെ റൈച്ചസ്നെസ് കർത്താവാകും, യേശു ക്രിസ്തുവാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നന്നാകുന്നതിൻ്റെ കാരണം യേശുവാകുന്നു. നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ കാരണം യേശുവിനെ പറ്റിയുള്ള അറിവില്ലായ്മയാകുന്നു. ഇന്ന് നമുക്ക് യേശുവിനെ പറ്റിയുള്ള അറിവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരട്ടെ. തരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ, തരിക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് തരണം. എന്നെ കേൾക്കുന്നവരെ അങ്ങ് ബ്ലസ് ചെയ്യണമേ. ആ ഹൃദയത്തിൻ്റെ നിറവിലേക്ക് കർത്താവെ, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം, അങ്ങയുടെ സ്പന്ദനം ഒന്ന് അറിയുവാൻ തക്കവിധം ഇവരുടെ ഹൃദയത്തെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ് കൊടുക്കട്ടമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് ഇവർ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവെ, ആ ആത്മീയമായ ബന്ധത്തിലേക്ക് കർത്താവെ അങ്ങ് കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ ചെയ്തു തന്ന സ്നേഹത്തെ ഇവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഹൃദയങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങത് ചെയ്തതിനായി നന്ദി പറയുന്നു. പിതാവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.